മുന്നിൽ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന രണ്ടെണ്ണത്തിന്റെ അടുത്തുനിന്നും എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ദേവു. രക്ഷപ്പെടാനായി വഴിയൊന്നും ആലോചിക്കുമ്പോൾ മെനക്കെടണ്ട, മര്യാദക്ക് സത്യം പറഞ്ഞു. ദേവുവിനെ നിൽപ്പേണ്ടതും ദച്ചു അവളോട് പറഞ്ഞു. ദേവു അത് പിന്നെ മാളു നിന്നോട് ബബ്ബ പഠിക്കാനല്ലേ പറഞ്ഞു. സത്യം പറയടി, നീ എന്തിനാ അവരോടൊന്നും പറയാൻ സമ്മതിക്കാഞ്ഞേ? ഏട്ടന്മാരറിഞ്ഞെങ്കിൽ ഇന്നേനെ അവനെ റെഡിയാക്കിയേനെ. ദേവു ഒന്നും നടക്കില്ല. മാളു പറഞ്ഞു കഴിഞ്ഞു. ദേവു അവരെ നോക്കി പറഞ്ഞു. മാളു ആര് പറഞ്ഞു? നിനക്കെന്നെ ആദ്യം അറിയാട്ടാ. അവനെ കണ്ടിരുന്നെങ്കിൽ പുള്ളി കയ്യും കാലം തല്ലി ഓടിച്ചേനെ. ദേവു പിന്നെ സ്വന്തം കയ്യും കാലം അങ്ങനെ തല്ലി ഓടിക്കാൻ പോവല്ലേ? എന്ത് എടി കോപ്പെ, നിന്റെ കൊതിയേട്ടനാ എന്നെ ചീത്ത വിളിച്ച്. ദേവു പറഞ്ഞു കേട്ടതും ദച്ചു മാളു അന്തം വിട്ടി നിന്നു. ആദ്യേട്ടനോ? മാളു വിശ്വസിക്കാനാവാതെ വീണ്ടും ചോദിച്ചതും അവൾ അതേ രീതിയിൽ തലകുലുക്കിക്കൊണ്ട് പതിയെ അകത്തേക്ക് നടന്നു. എന്റെ ദൈവമേ, എന്റെ ആദ്യമായിട്ട് ഇത്രയേറെ മാറിയോ? എന്താടി, എന്താ സംഭവം? മാളു ആത്മാവം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ആരവ് അവളോട് ചോദിച്ച്. അത് കേട്ടതും അവരെല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ടതും അവന് അത്ഭുതത്തോടെ നിന്നു. എന്നാലും ആരു ഇന്ന് വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ നമ്മുടെ കുഞ്ഞേട്ടനാണോ ദേവുവിനോട് അങ്ങനെ പറഞ്ഞ്? ഇനി അവൾക്ക് ആള് മാറിയതാവോ? മാളു സംശയത്തോടെ അവനോട് ചോദിച്ചു. ആരും എടി ഇത് മറ്റേതാ. മറ്റേതോ? ഏത് മറ്റേത്? പ്രേമം. പ്രേമോ? ആർക്ക്? ആരോട്? അതായത് ഉത്തമ, ഇന്ന് വരെ ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ലാത്ത കുഞ്ഞേട്ടൻ ദേവുവിനോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രണയം പൊട്ടിമുളച്ച് കഴിഞ്ഞു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? എടി പുല്ലുകളെ, ഈ മാന്യമാരായ ആണുങ്ങളുടെ സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ അവർക്ക് സ്വന്തമാണെന്ന് ഉറപ്പുള്ള പെണ്ണിനോട് മാത്രമേ ഫ്രീ ആയിട്ട് സംസാരിക്കും. ഇവിടെ കുഞ്ഞേട്ടൻ മറ്റൊരു പെണ്ണിനോട് ഇങ്ങനെ പോയിട്ട് അധികം സംസാരിക്കുന്ന പോലും കണ്ടിട്ടില്ല. ആ ആള് ദേവിനോട് അങ്ങനെ പറയണമെങ്കിൽ അതിനർത്ഥം എന്താ? എന്താ? ഓ ഇവള് മാറി. എടി പ്രേമം, നമ്മുടെ കുഞ്ഞേട്ടന് നല്ല അസല് പ്രേമ, അത് നമ്മുടെ ദേവൂസിനോട്. ആണോടാ? അപ്പം ഞാൻ അവളെ എന്റെ അടുത്തായിട്ട് പ്രഖ്യാപിക്കട്ടെ? അത് കേട്ടതും മാള് സന്തോഷത്തോടെ ആരവിനോട് പറഞ്ഞു. ഓ ആക്രാന്തം കാണിക്കാതെ, നമ്മളല്ല അവളോട് പറയേണ്ടത്, കുഞ്ഞേട്ടനാ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ. അതും പറഞ്ഞ് അവൻ കൈ നീട്ടിയതും അവരാ കൈകളിലേക്ക് കൈകൾ ചേർത്തു. 3 പേരും കൂടി ഒരു പുഞ്ചിരിയോടെ ദേവുവിന്റെ അടുത്തേക്ക് നടന്നു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ദച്ചുവിനും ഫ്രണ്ട്സിനും വെക്കേഷൻ കഴിഞ്ഞ് എക്സാം സ്റ്റാർട്ട് ചെയ്തു. അവരെല്ലാം സ്റ്റഡി ലീവ് കഴിഞ്ഞ് തിരികെ വന്നു. നാളത്തെ എക്സാമിന് വേണ്ടി ദച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. അച്ഛാ കോളിംഗ്. ഹലോ അച്ഛാ. മോള് പഠിക്കുകയായിരുന്നോ? ഫോൺ എടുത്തുടനെ അവൾ ഹലോ പറഞ്ഞു. അയാൾ അവളോട് ചോദിച്ചു. ആ അച്ഛാ പഠിക്കുകയായിരുന്നു. എന്താ അച്ഛാ ഈ നേരത്ത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത് മോളെ ഈ നേരത്ത് മോളെ വിളിക്കണമെന്ന് കരുതിയതല്ല, പിന്നെ അത്യാവശ്യമായതുകൊണ്ട് വിളിച്ചതാ. അവൾ ചോദിച്ചു. അയാൾ പറഞ്ഞു. എന്താ അച്ഛാ? ഏയ് മോള് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അവൾ പരിഭ്രമത്തോട് ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞു. പിന്നെന്താ അച്ഛാ? അത് മോളെ ആമിപ്പോൾ ഒരു ഫോട്ടോ മോളുടെ ഫോണിലേക്ക് അയക്കും. മോളൊന്ന് നോക്കിയിട്ട് അഭിപ്രായം പറ. എന്ത് ഫോട്ടോ അച്ഛാ? അത് മോൾക്ക് നല്ലൊരു ആലോചന വന്നു. ആ പയ്യന്റെ ഫോട്ടോയാ. അച്ഛാ മോൾ ആ ഫോട്ടോ ഒന്ന് നോക്ക്. നിനക്ക് ഇഷ്ടമായ മാത്രമേ മുന്നോട്ട് പോകൂ. ഇപ്പൊ കല്യാണം വേണോ അച്ഛാ? എന്നായാലും വേണ്ടേ മോളെ. ഇതിപ്പോ അച്ഛൻ അറിയാവുന്ന ആൾക്കാരാ. അച്ഛൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സുധാകരനെ കുറിച്ച് അച്ഛൻ മോളോട് പറഞ്ഞിട്ടില്ലേ? അവന്റെ മകനാ മഹേഷ്. ആളിപ്പോ ISROയിൽ എഞ്ചിനീയറാ. അവന്റെ വീട്ടിലേക്കാവുമ്പോ അച്ഛന് പേടിക്കാതെ മോളെ അയക്കാലോ. അച്ഛന് ഇഷ്ടമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. അച്ഛൻ എനിക്ക് വേണ്ടി ബെസ്റ്റ് എന്നെ തിരഞ്ഞെടുക്കുന്ന എനിക്കറിയാം. അച്ഛൻ ഇഷ്ടം പോലെ ചെയ്തോളൂ. അച്ഛൻ പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച ശേഷം അവൾ പറഞ്ഞു. ശരി മോളെ, മോള് ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പെട്ടെന്നതിനൊരു അഭിപ്രായം പറയണമെന്ന് സുധാകരൻ വിളിച്ചപ്പോ പറഞ്ഞു. അതുകൊണ്ടാ മോളോട് ഇന്ന് തന്നെ വിളിച്ചു ചോദിച്ചത്. ഓ അത് സാരല്ലോ അച്ഛാ. എങ്കിൽ മോള് പോയിരുന്ന് പഠിച്ചോ കേട്ടോ. ശരി അച്ഛാ. അവൾ പറഞ്ഞു കഴിഞ്ഞതും അയാൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും അവളുടെ ഫോണിൽ മെസ്സേജ് ട്യൂൺ കേട്ടു. അവൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയതും ഒരു സുമുഖനായ ചെറുപ്പക്കാരന്റെ ഫുൾ സൈസ് ഫോട്ടോ അതിൽ വന്നു. ലൈറ്റ് ഗ്രീൻ കളർ ഷർട്ടും ബ്ലൂ ജീൻസും ഇട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് ബൈക്കിൽ ചാരിയിരിക്കുന്ന ഫോട്ടോ ആയിരുന്നത്. അവൾ ചെറിയൊരു ചിരിയോടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് പഠിക്കാനുള്ള ബുക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു. 2 ദിവസം കഴിഞ്ഞ് അമന്റെ ക്യാബിൽ അവനെന്തോ തിരക്കിട്ട വർക്കിലായിരുന്നു. അവൻ പെട്ടെന്നാണ് ഹരി അങ്ങോട്ടേക്ക് കയറി വന്ന് അവനെ വിളിച്ചത്. എന്താടാ? ഹരിയുടെ വിളി കേട്ട് മുഖമേറ്റ് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും ഹരിയുടെ മുഖം കണ്ട് അവന്റെ നെറ്റി ഒളിഞ്ഞു. വാട്ട് ഹാപ്പൻ ഹരി? നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? അത് അവനോട് എങ്ങനെ പറയണമെന്നറിയാതെ ഹരി നിന്ന് ഉളറി. എന്താടാ? അവന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. ഹരി രണ്ടും കൽപ്പിച്ച് പറയാൻ തീരുമാനിച്ചു.
അത് അവൻ അത് ദക്ഷിണയുടെ വിവാഹം തീരുമാനിച്ചു. ഹരി എങ്ങനെയോ പറഞ്ഞു കഴിഞ്ഞത് അടുത്തിരുന്ന ഫ്ലവർ വൈസ് എടുത്തെറിഞ്ഞുകൊണ്ട് അവൻ അലറി. അവൻ ഹരിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് അവൻ കൈയെടുത്ത് അവനെ തടയാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് മോചിതനാവാൻ ഹരിക്കായില്ല. അവന്റെ നീലക്കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് നിറം പടരുന്നു. ഹരി ഒരു ഭയത്തോടെ, അതിനേക്കാൾ ഉപരി ദയനീയതയോടെ നോക്കി നിന്നു. അമൻ, റിലാക്സ് മാൻ, പ്ലീസ് പ്ലീസ് ലീവ് മീ. ഹരിയുടെ ദയനീയതയോടെയുള്ള ശബ്ദം കേട്ടാണ് അവൻ സ്വഭാവത്തിലേക്ക് തിരികെ വന്ന്. അവനൊരു ഞെട്ടലോടെ ഹരിയുടെ കഴുത്തിൽ നിന്ന് കൈകൾ പിൻവലിച്ചു. അവൻ ഹരിയോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ചെയറിലേക്ക് പോയിരുന്നു. ചെയറിന്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു. അവന്റെ മുഖം കണ്ടതും ഹരിയുടെ ചങ്ക് പിടഞ്ഞു. അവൻ കഴുത്തൊന്ന് അമർത്തി തിരുമ്മിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു. അമൻ. ഹരിയുടെ വിളി കേട്ടതും അവനൊന്ന് മൂളി. അമൻ, ഇനി എന്താ ചെയ്യാം? അവിടെയല്ല ഉറപ്പിച്ചു എന്നാ കേട്ടത്. നിന്നോടാരാ പറഞ്ഞ്? ഹരി പറഞ്ഞത് അവൻ കണ്ണുകൾ അടച്ച് അതേ ഇരിപ്പിരുന്നോട് തന്നെ ചോദിച്ചു. അത് അരുൺ, അവനിപ്പോ നാട്ടിലല്ലേ? അതിനൊന്ന് മൂളിക്കൊണ്ട് അവൻ അല്പസമയം കൂടി അതേപോലെ ഇരുന്നു. ശേഷം എഴുന്നേറ്റ് ക്യാബിലേക്ക് ചേർന്നുള്ള റൂമിലേക്ക് കയറി വാഷ്റൂമിൽ നിന്ന് മുഖം കഴുകി വാൾമിററിലേക്ക് നോക്കി. അവിടെ അവന്റെ തന്നെ പ്രതിരൂപം കണ്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. വെൽക്കം ടു മൈ ലൈഫ് ശിവ. മിററിൽ നോക്കിയൊരു പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ടവലെടുത്ത് മുഖം തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ ചെന്നതും ടെൻഷനോടെ ചേർന്നിരിക്കായിരുന്ന ഹരി എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്നു. അവൻ. ഹരി വിളിച്ചതും അവൻ കൈയെടുത്ത് അടഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിലും തൊട്ടു. വേദനിച്ചോ? ആ, നിന്റെ കൈ കൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷമുള്ളൂടാ. അവൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ ചെയറിലേക്ക് പോയിരുന്നു. ഡാ, ഇനി എന്താ നിന്റെ പ്ലാന്? ഒന്നും മിണ്ടാതെ ചെയറിലേക്ക് ഇരിക്കുന്ന അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഹരി ചോദിച്ചു. അതിന് മറുപടി അവനൊന്ന് ചിരിച്ചു. എന്നിട്ട് ഹരിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അങ്ങനെ ഏതെങ്കിലും ഒരുത്തന് കൊടുക്കാൻ വേണ്ടിയല്ലല്ലോ ഈ അമൻ അവളെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ക്രൂരമായ പുഞ്ചിരിയോട് അവൻ പറഞ്ഞു. നീ നീ എന്ത് ചെയ്യാൻ പോവാ? അവന്റെ മുഖത്തെ ക്രൂരഭാവം കണ്ടതും ഹരി പേടിയോടെ ചോദിച്ചു. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതിന് മറുപടിയായി അവൻ നോക്കിയൊരു കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലേക്ക് എടുത്ത് ഏതോ നമ്പർ ഡയൽ ചെയ്തു. അവരുടെ ലാസ്റ്റ് എക്സാം എന്നാ പറഞ്ഞ്? ഡയൽ ചെയ്ത നമ്പർ കോളിംഗിലിട്ട് ചെവിയോട് ചേർക്കുന്നിടയിൽ അവൻ ഹരിയോട് ചോദിച്ചു. അത് ഫ്രൈഡേ. അന്ന് തന്നെയാണോ അവർ നാട്ടിലേക്ക് പോകുന്നത്? അല്ല, പിറ്റേന്ന്. അന്ന് എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടി പോയെന്നാ ആരെ വിളിച്ചോ പറഞ്ഞത്. അപ്പോഴേക്കും കോൾ കണക്റ്റായി. ഹലോ, ദിസ് ഈസ് അമൻ ദേവ് വർമ്മ. ഐ നീഡ് 2 ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഫ്രം മുംബൈ ടു ബാംഗ്ലൂർ ഓൺ ടുമോറോ മോർണിംഗ്. അവൻ പറഞ്ഞതും ഒരു ഞെട്ടിലൂടെ ഹരി അവനെ നോക്കി. നീ ഇത് എന്തിനുള്ള പുറപ്പെടാ? ബാംഗ്ലൂർ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഹരി ടെൻഷനോടെ അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഹരി, കുഞ്ഞിലെ മുതൽ എനിക്കൊരു ശീലമുണ്ട്. ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നൊന്നും ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അതിനെ നശിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങിയുള്ളൂ. ക്രൂരമായൊരു പുഞ്ചിരിയോടെ അമ്മ പറഞ്ഞതും ഹരി പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ദച്ചുവിന് എന്തെങ്കിലും? ഒട്ടൊരു നിമിഷത്തിന് ശേഷം ഹരി പരിഭ്രമത്തോട് ചോദിച്ചതും അമ്മനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് തൻ്റെ PA വിളിച്ചു. പവൻ, കം ടു മൈ ക്യാബിൻ. നീ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? നീയൊന്ന് വെയിറ്റ് ചെയ്യ ഹരി. കാണാൻ പോകുന്ന പൂരെന്തിനാ പറഞ്ഞറിയിക്കുന്നേ? ഹരിയുടെ ചോദ്യത്തിന് പുഞ്ചിരിയോടെ തന്നെ അവൾ മറുപടി പറഞ്ഞെങ്കിലും അവന്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൗര്യത ഹരി വ്യക്തമായി തിരിച്ചറിഞ്ഞു. ശരിയാണ്, അവൻ ആഗ്രഹിച്ച് കിട്ടാത്തൊന്നും അവൻ ആർക്കും വിട്ടുകൊടുക്കാറില്ല. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അത് സ്വന്താക്കാൻ ശ്രമിക്കും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതിന് മൂടോടെ അവൻ നശിപ്പിച്ചിരിക്കും. കമ്പനിയിൽ തന്നെ അവൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത പ്രൊജക്റ്റുകൾ വേറൊരു കമ്പനിക്ക് അനുഭവിക്കാൻ അവൻ അനുവദിച്ചിട്ടില്ല. ദച്ച് നഷ്ടപ്പെടുമെന്ന് തോന്നിയാ അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല, വേണേൽ അവളെ ഇല്ലാതാക്കാനും. അവൻ മനസ്സിലോർത്തുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾക്ക് ചുറ്റും പടരുന്ന ചുവപ്പ് നിറം കാണുക അവന് വല്ലാത്ത ഭയം തോന്നി. ഈശ്വര, അവൻ നെഞ്ചിൽ കൈവച്ചിട്ട് വിളിച്ചു. മേ കം ഇൻ സർ? യെസ്. അപ്പോഴേക്കും ഡോർ നോക്ക് ചെയ്തുകൊണ്ട് പവൻ അകത്തേക്ക് വന്നു. സർ? പവൻ, ഓൾ മീറ്റിംഗ് ആഫ്റ്റർ ടുമോറോ ഷുഡ് ബി പോസ്റ്റ്പോൺഡ് ഫോർ 1 week. Then you may go. फिर दास भैया को आने के लिए कहो. സർ, അവൻ പറഞ്ഞത് അയാൾ അതും പറഞ്ഞുകൊണ്ട് പോയി. അല്പസമയത്തിന് ശേഷം പ്രൊജക്ട് മാനേജർ ദാസ് അവിടെ വന്നു. കമ്പനിയിൽ അമ്മൻ്റെ അടുത്ത് ഹരി കഴിഞ്ഞാൽ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ദാസിനാണ്. അയാൾക്ക് അവർ രണ്ടുപേരും മക്കളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അയാൾ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്. അതിൻ്റെ വാത്സല്യം അയാൾ അവരോട് കാണിക്കാറുമുണ്ട്. അമൻ: ദാസേട്ടാ, നാളെ മോർണിംഗ് ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോകും. എന്താ മോനെ, മക്കൾക്ക് എന്തെങ്കിലും? അവർക്കൊന്നുമില്ല ദാസേട്ടാ, ഇത് മറ്റൊരാവശ്യത്തിനാണ്. ഞങ്ങൾ വരുന്നവരെ ദാസേട്ട എല്ലാം ഒന്ന് മാനേജ് ചെയ്യണം. ശരി മോനെ, എന്നത്തേക്കാ തിരിച്ചു വരുന്നേ?
അത് പറയാറായിട്ടില്ല ദാസേട്ടാ. മേ ബി 1 വീക്ക്. എന്നാൽ ദാസേട്ടൻ പോയിക്കോ. ശരി. അത് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോയി. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അയാൾ പോയി കഴിഞ്ഞ് കുനിഞ്ഞിരിക്കുന്ന ഹരിയെ നോക്കി അവൻ ചോദിച്ചു. അത് കേട്ടതും അവൻ രൂക്ഷമായി അമ്മനെ നോക്കി. ഹരിയുടെ നോട്ടം കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഹ, നീ ഇങ്ങനെ ഒന്ന് നോക്കി കൊല്ലാതെ ഹരിക്കുട്ടാ. എന്താ നിന്റെ ഉദ്ദേശം? ആ പെൺകുച്ചിനെ കൊല്ലാൻ പോവാണോ? അതെങ്കിലും ഒന്ന് പറ. അവന്റെ തോളിൽ വെച്ച കൈ തട്ടിമാറ്റിക്കൊണ്ട് ഹരി ചോദിച്ചതും അവൻ പൊട്ടിച്ചിരിച്ചു. നിന്റെ ഈ ചിരി കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു അവൻ. അവന്റെ ചിരി കണ്ട് ഹരി അവനോടായി പറഞ്ഞു. അത് കേട്ടതും അവൻ കുറച്ചു നേരം ഹരിയെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് അവനോടായി പറഞ്ഞു, അവൾ മറ്റൊരുത്തൻ്റെ സ്വന്തമാകാൻ ഞാൻ അനുവദിക്കില്ല. അവളെ സ്വന്തമാക്കാനായി ഞാൻ എന്തു ചെയ്യും, എന്തു മാർഗവും സ്വീകരിക്കും. എൻ്റെ ലക്ഷ്യമാണ് എനിക്ക് വലുത്. അതിന് സാധിച്ചില്ലെങ്കിൽ നശിപ്പിക്കും ഞാനെല്ലാം. അവൻ ക്രൂരമായ മുഖത്തോടെ തന്നെ നോക്കി പറയുന്ന അവൻ്റെ മുഖം കാണുന്തോറും അവന് ഭയം കൂടി വന്നു. അവൻ പേടിയോടെ വിളിച്ചതും അവൻ ഹരിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി കാണിച്ചു. ശേഷം അവൻ്റെ ചെയറിൽ പോയിരുന്ന് ഇന്ന് കൊണ്ടു തീർക്കേണ്ട ജോലികൾ തീർക്കാൻ തുടങ്ങി. ഒരു നിമിഷം അവനെ നോക്കി നിന്നിട്ട് ഹരി പുറത്തേക്ക് ഇറങ്ങി. നിന്നോട് ഇതാരാ പറഞ്ഞേ? അമൻ സാറിൻ്റെ PA പവൻ ഗുപ്ത. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് വരുമ്പോൾ അവൻ അവൻ്റെ ഗേൾഫ്രണ്ട് ചാന്ദിനിയോട് പറയുന്നത് കേട്ടതാ. അപ്പം തന്നെ ഞാൻ അവനോട് വിശദമായിട്ട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. അമൻ പോകുന്ന വിവരം പവനിൽ നിന്ന് അറിഞ്ഞ ഉടനെ പൂജയോട് വന്ന് പറഞ്ഞാണ് മേഘ. അത് കേട്ടതും പൂജ ഒരു ചിന്തയുടെ കസേരയിലേക്ക് ഇരുന്നു. എന്നാൽ അവർ രണ്ടുപേരും കൂടി ഇത്രയും ദിവസം എങ്ങോട്ടായിരിക്കും പോകുന്നത്? മേഘ ആത്മകഥ പോലെ പറഞ്ഞുകൊണ്ട് നോക്കിയതും പൂജ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഡി അവൾ കയ്യിൽ തട്ടി വിളിച്ചതും പൂജ ഞെട്ടിക്കൊണ്ട് അവളെ മിഴിച്ചു നോക്കി. നീ എന്താലോചിച്ചുകൊണ്ടിരിക്കുക? അത് ഞാൻ അവരെവിടെ പോകണമെന്ന് ആലോചിക്കുകയായിരുന്നു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞ്, ഇനി സാറിൻ്റെ കല്യാണം കാനും. അതും പറഞ്ഞുകൊണ്ട് അവൾ പൂജയെ നോക്കിയതും തന്നെ കൊല്ലാൻ പാകത്തിന് നോക്കി നിൽക്കുന്ന പൂജയാണ് മേഘ കണ്ടത്. അത് പിന്നെ ഞാനൊരു സംശയം പറഞ്ഞതാ. പൂജയുടെ നോട്ടം കണ്ട് അവളൊരു എളിയോടെ പറഞ്ഞു, നീ കൂടുതൽ സംശയിക്കേണ്ട. മനുഷ്യനവിടെ പ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു സംശയം. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. പൂജയുടെ മുഖം മാറിയത് കണ്ട് മേഘ അവിടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു, പൂജ, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മളിവിടെ വന്നതിന് ശേഷം സാർ 2 ദിവസത്തിൽ കൂടുതൽ മാറിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ ആളാ ഇപ്പോൾ ഒരാഴ്ച മാറിയിരിക്കുന്നത്, അതും പേഴ്സണൽ ആവശ്യത്തിനായി. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? നീ ഇന്നെങ്ങനെ പേടിപ്പിക്കാതെ മേഘ. മേഘ പറയുന്ന കേട്ട് അവൾ ദയനീയതയോടെ പറഞ്ഞു, നിന്നെ പേടിപ്പിച്ചൊന്നല്ലടി. സപ്പോസ് ഇനി അങ്ങനെയാണെങ്കിൽ നീ അത് ഉൾക്കൊള്ളണം. അതിനുവേണ്ടി പറഞ്ഞതാ. കല്യാണമൊക്കെയാണ് ഇവിടെ എല്ലാവരോടും പറയില്ലേ? വീണ്ടും അവൾ പ്രതീക്ഷയോടെ ചോദിക്കുന്ന കേട്ട് മേഘ അവളെ സഹതാപത്തോടെ നോക്കി നിന്നു. അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോടാ. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഒക്കെ ആയിരിക്കും. അവൾക്ക് ഇനിയും പ്രതീക്ഷ കൊടുക്കേണ്ടതുകൊണ്ട് മേഘ വീണ്ടും അവൾ നിരുത്സാഹപ്പെടുത്താൻ നോക്കി. അത് കേട്ടതും അല്പസമയം അവൾ കുനിഞ്ഞിരുന്നു. ശേഷം ഒരു ഫയലും എടുത്ത് അമ്മൻ്റെ ക്യാബിലേക്ക് പോകാൻ എഴുന്നേറ്റ്. നീ ഇതെങ്ങോട്ടാ? ഞാനിപ്പോൾ വരാം. അവൾ എഴുന്നേറ്റ് കണ്ട് മേഘ ചോദിച്ചതും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പൂജ അമ്മൻ്റെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നു. അവൾ പോകുന്നു നോക്കി മേഘ അവിടെ തന്നെ നിന്നു. മേ ഐ കം ഇൻ സർ? യെസ് സർ, ഈ ഫയൽ ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാ. അവിടെ വെച്ചേക്ക്. അകത്തേക്കായിരിക്കൊണ്ട് അവൾ പറഞ്ഞത്. അവൻ അവളുടെ മുഖത്ത് പോലും നോക്കാതെ മറുപടി കൊടുത്തു. അവൾ നിരാശയോടെ ഫയൽ അവിടെ വെച്ച് കുറച്ച് സമയം കൂടെ അവിടെ നിന്നു. ആരോ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിയപ്പോഴാണ് അവൻ മുഖമുയർത്തി നോക്കിയത്. താനിതുവരെ പോയില്ലേ? ഇല്ല. അവൻ ചോദിച്ചതും അവൾ പതർച്ചയോടെ പറഞ്ഞു. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് സാർ ഒരാഴ്ച ലീവാണെന്ന് പറഞ്ഞു. എവിടെ പോവാ? അവൾ പറഞ്ഞു പിടിക്കുന്നു. അവൻ്റെ മുഖം മാറുന്ന കണ്ട് അവൾ പാതിയിൽ നിർത്തി. ഞാൻ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? അവൻ അവളോടായി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ തലവിളിച്ചിരുന്നു. ആൻസർ മീ പൂജ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണമെന്നുണ്ടോന്ന്? നോ നോ സർ. അവൻ അലർച്ചയോട് ചോദിച്ചതും അവൾ പേടിയോടെ പറഞ്ഞു. Then why did you come to me ask? അത് സർ, ഞാൻ വെറുതെ. സോറി സർ, ഇനി ആവർത്തിക്കില്ല. അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്ന് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഭയത്തോടെ അവനോട് പറഞ്ഞു. മേലിൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നാ? ഇല്ല സർ, വരില്ല. അവൻ ടേബിളിൽ നിന്ന് ഫയൽ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പേടിയോടെ പറഞ്ഞു. Then get lost. അവൻ്റെ അലർച്ച കേട്ടതും അവൾ പേടിയോടെ ക്യാബിൽ നിന്ന് ഇറങ്ങി ഓടി.